ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഇസ്താംബുൾ ട്രിപ്പാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം സെസമ സീഡ്സ് ഒക്കെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഐറ്റം ഉണ്ട്. സീഡഡ് ബ്രെഡ്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സെസമ സീഡ്സിൻ്റെ ബ്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് ചീസ്, ദെൻ ഹാം ഉണ്ടായിരുന്നു, ദെൻ ഒരു സ്പ്രിംഗ് റോൾ പോലെ ഉള്ളിൽ ചീസാണെന്ന് തോന്നുന്നു, ദെൻ ഒരു തക്കാളിയുടെ ഒരു വലിയ സ്ലൈസ് ഉണ്ടായിരുന്നു, ദെൻ എഗ്സ് ഉണ്ട്, ഒലിവ്സ് ഉണ്ട്, കുറേ ജാം വെറൈറ്റീസ്, അതിൽ ഹണി ഉണ്ടായിരുന്നു, ദെൻ കുറേ കേർഡ് വെറൈറ്റീസ്. പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു ടർക്കിഷ് ഹൽവ ഉണ്ടായിരുന്നു. അതിനൊരു പീനട്ടിൻ്റെ ടേസ്റ്റാണ്, നല്ലൊരു സ്വീറ്റ് ആയിട്ട് വരുന്നതാണ്. ശരിക്കും ഇത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. ബട്ട് അത് അവിടെ പോയിട്ട് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യലാണല്ലോ. സോ ഈ ഒരു പ്ലേറ്റിംഗ് ശരിക്കും നല്ല ഹെവിയാണ്, ബട്ട് ഒരു സൂതിങ് ആയിട്ടുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആ ഡൈനിങ്ങിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ടീം മാത്രമേ ഉള്ളൂ. ഇതിനൊപ്പം നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും കൂടെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോട്ട് ചോക്ലേറ്റിന് അധികം മധുരമില്ല, സോ നമുക്ക് സുഖമുണ്ട് കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു വൈബ്രൻറ്റ് സൺകസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം നമ്മൾ ഇനി ഈ ട്രിപ്പിലേക്ക് പോവുകയാണ്. 9:30 റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു നല്ല ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ ഒരു എനർജിയൊക്കെ കീപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്ലൂ മോസ്കാണ് നമുക്ക് ഫസ്റ്റ് വിസിറ്റ് വരുന്നത്. ഫസ്റ്റ് ഡേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരും കുറച്ച് റീലൊക്കെ ചെയ്തിട്ട് ഒരു വൈബിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. കുട്ടി നോക്കൂ, നമ്മളങ്ങനെ ഗൈഡിനെയൊക്കെ മീറ്റ് ചെയ്തു. ആദ്യം ആളുടെ കയ്യിൽ ഈ ഒരു റെഡ് കളർ ഫ്ലാഗ് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും ഇതിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നമ്മൾ ഏകദേശം ഒരു 30 പീപ്പിൾ ഉണ്ട്, അതുകൊണ്ട് ഒരു നല്ല ഗ്രൂപ്പിനാണ് ഗൈഡ് ചെയ്യുന്ന പുള്ളി പറയായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പീക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്ലൂ മോസ്ക് അങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ സ്കാർഫ് കാര്യങ്ങളൊക്കെ ധരിക്കണം, സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഇടാൻ പാടില്ല, അതുപോലെ ബോയ്സിന് ട്രൗസേഴ്സ് ഇടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട. ഇസ്താൻബുളിന്റെ ഫേമസ് ആയിട്ടുള്ള ഹഗിയ സോഫിയയുടെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ബ്ലൂ മോസ്ക് വരുന്നത്. ഇതിന്റെ മിനാരറ്റ്സ് ഒക്കെ 6 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വരുന്നത്. അതുപോലെ ഡോംസ് ആണെങ്കിലും ആർക്കിടെക്ചർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കുറെ ഡോംസ് ഒരുമിച്ച് ചെയ്യുന്നത് അതിവിടെ വരുന്നുണ്ട്. മോർ ദാൻ 20,000 സെറാമിക് ടൈൽസ്, അതിനുള്ളിൽ ബ്ലൂ ടൈൽസും ആണ് അതിന്റെ ഈ ഒരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്, ബ്ലൂ മോസ്ക് എന്നുള്ളത്. എന്തെങ്കിലും മനസ്സിലായോ കുട്ടാ? ആണോ? അതാണ് ബ്ലൂ മോസ്ക് അവിടെ കാണുന്നത്. അത് ബ്ലൂ കളർ അല്ലെങ്കിലും പണ്ട് ആൾക്കാര് അതിനകത്ത് ടൈല് ബ്ലൂ കളർ, ബ്ലൂ മോസ്ക് എന്ന് ഇട്ടതാണ്. അല്ലാതെ വേറെ കളേഴ്സ് ഒന്നും ഞാൻ വിചാരിച്ചു മൊത്തം ബ്ലൂ ആയിരിക്കും, പക്ഷെ അല്ല, ടൈല് വെച്ചിട്ടാണ് അവർ ഇട്ടേക്കുന്നത്. ദെൻ ഹഗിയ സോഫിയ, ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് ആണ്, ഒരു മോസ്ക് ആണ്. പണ്ട് അത് ക്രിസ്ത്യൻ ചർച്ച് ആയിരുന്നു, ദെൻ അത് മോസ്ക് ആയി. അപ്പൊ ആ ഒരു മോസ്ക് കാണാൻ വേണ്ടി പോവാണെങ്കിൽ €30 കൊടുക്കണം, ഏകദേശം 25 പൗണ്ട്സ് ഒക്കെ ആവും തോന്നുന്നു. ഈ കാണുന്നത് ജർമ്മൻ ഫൗണ്ടെയിൻ ആണ്. ഇതൊരു ജർമ്മൻ എംപറർ ഇസ്താൻബുൾ എംപയറിന് ഫുൾ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് പീസസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു വിട്ടേക്കുന്നതാണ്. ഇതിന്റെ ഇന്റീരിയർ വരുന്നത് ഗോൾഡൻ മൊസൈക്ക് ആണ്, അതുപോലെ തന്നെ ഫുൾ മാർബിൾസ് ഒക്കെ ഉള്ള പില്ലേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു അടിപൊളി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇസ്താംബുൾ ശരിക്കും ഒരുപാട് കഥകളൊക്കെ പറയുന്ന ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. പുള്ളി എല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇസ്താംബുൾ എന്നുള്ളത് ശരിക്കും ഇസ്ലാംബുൾ എന്നായിരുന്നു, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. പിന്നീടാണ് ഇസ്താംബുൾ ആയത്. ഇന്നലെ നമ്മൾ വന്നപ്പം ഒരു 20 പേരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഫ്ലൈറ്റിൽ. പക്ഷെ അതിന് മുൻപ് കുറച്ച് പേരെയും കൂടെ, ഒരു 10 മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെയും കൂടെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാണ് നമ്മൾ ശരിക്കും എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ട്രിപ്പ് തുടങ്ങിയേക്കുന്നത്. അരുൺ ഇവിടെ വന്നിട്ട് ഗ്യാങ് ഒക്കെ ആയിട്ട് എനിക്ക് വയ്യ, നമ്മളൊന്നും വേണ്ട. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഈജിപ്തിന്റെ ഒരു ചെറിയ ഭാഗം കാണാൻ പറ്റി. ഒരു ഈജിപ്ഷ്യൻ സ്റ്റോൺ വർക്കാണിത്. ശരിക്കും ഇത് ഈജിപ്തിൽ നിന്ന് അവർക്ക് ക്ലിയോപാട്ര ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഈജിപ്ഷ്യൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത്, ഇവർ അവിടെ നിന്ന് എടുത്തിട്ട് പോരുന്നതാണ് ഈ സംഭവം എന്ന്. ഞാനിത് നമ്മുടെ ChatGPTന്റെ അടുത്തൊന്ന് ചോദിച്ചു പോയി. പുള്ളി പറയാ, സ്റ്റോളെന്നൊന്നും പറയാൻ പറ്റില്ല, രാജാക്കന്മാർ പോവും എടുത്തിട്ട് വരും, ഇത് തന്നെ ഉള്ളൂ എന്ന്. എന്താലേ. അങ്ങനെ ഈജിപ്റ്റ് കണ്ടിട്ടില്ലാത്ത നമുക്ക് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പിങ്ക് ഗ്രാനൈറ്റും അതിലുള്ള കുറച്ച് ആർട്ട് വർക്കും കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടും. ഏകദേശം 4 അടി താഴ്ചയിലാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ഫൗണ്ടേഷൻ പരിപാടികളെല്ലാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും താഴെ എന്തൊക്കെ അവർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു പിങ്ക് ഗ്രാനൈറ്റ് തൊട്ട് മേലോട്ടുള്ളതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എംപററിന് അത് ഇവിടത്തേക്ക് കൊണ്ടുവെക്കാനായിട്ട് തോന്നിയത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ മോസ്കിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഹിപ്പോഡ്രോമിന്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള മോണുമെന്റ്സ് ആണ്.
അപ്പോൾ ഈ ഹിപ്പോഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ഹോഴ്സ് റേസിംഗ് ഏരിയ എന്നൊക്കെയാണ്, ഒരു സ്റ്റേഡിയം എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഇവിടെ നമുക്ക് ആ ഒരു ഒബലിസ്ക് കാണാൻ പറ്റും. ദെൻ ഒരു സെർപ്പൻറ്റ് മോണുമെന്റ് ഉണ്ട്. 3 സെർപ്പൻസ് ഇങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങളെ കാണിച്ചിരുന്നു. നല്ല രസമുണ്ട്. അതിന്റെ തലയൊന്നും ഇപ്പൊ ഇല്ല. ദെൻ ഇതൊരു ബ്രോൺസ് ആയിട്ടുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോണിന്റെ ഒരു മോണുമെന്റ് ആയിരുന്നു. ഇപ്പൊ അതിൽ ബ്രോൺസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് കുറച്ച് വിടവുകളൊക്കെയാണ്. മൊത്തത്തിൽ ഇത് ബ്രോൺസ് കവേർഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു പണ്ടത്തെ കാലത്തത്. ഹിപ്പോഡ്രോം എന്ന ബ്ലൂ മോസ്കും ഒബലിസ്കും എല്ലാം കവർ ചെയ്ത്, സെർപ്പൻറ്റ് മോണുമെന്റ് എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇനി ബ്ലൂ മോസ്കിലേക്കാണ് പോകുന്നത്. ബ്ലൂ മോസ്കിൽ നമുക്ക് എൻട്രി ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറി കാണാൻ പറ്റുന്ന ഒരു ഒട്ടോമൻ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ബ്ലൂ മോസ്ക് വരുന്നത്. കേട്ടാ, അതെന്താ അറിയോ, അത് ഹിപ്പോഡ്രോം ആണ്. പറഞ്ഞ ആ ഒരു കല്ല് ഈജിപ്തിൽ നിന്ന് ക്ലിയോപാട്ര ഗിഫ്റ്റ് കൊടുത്തതാണ്. ഈജിപ്തിൽ നിന്ന് അത് ഇങ്ങ് വരെ എത്താനായിട്ട് 35 years എടുത്തു. ബിക്കോസ് അത്രയും ടൈം അന്ന് DHL ഒന്നും ഇല്ലായിരുന്നു എന്ന്, അതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ 35 years എടുത്തു അതിങ്ങ് എത്താനായിട്ട്. ദെൻ അതിലെ കൊത്തുപണികളൊക്കെ നമുക്കൊരു ഈജിപ്ഷ്യൻ ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പക്ഷെ ഒരു 4 അടി താഴ്ചയിലാണ് ചെയ്തിരുന്നത്. അത്രയും ബേസ് ഉണ്ട്, അത്രയും വെയിറ്റ് താങ്ങണ്ടേ, ഒറ്റ സ്റ്റോണിൽ ചെയ്തേക്കുന്നേ. അത് നല്ല രസം. അത് ഒരു ഈജിപ്തിന്റെ ഫീലിംഗ് ഉണ്ടല്ലേ, ആ ഒരു കളറും നല്ല രസമുണ്ട്. നമ്മൾ അങ്ങനെ ബ്ലൂ മോസ്കിൽ എത്തിയിട്ടുണ്ട്. ബ്ലൂ മോസ്ക് ഫ്രീ ആണ് കയറി കാണാനായിട്ട്. ഹദിയ സോഫിയ നമുക്ക് 30 pounds ഉണ്ട്. എനിക്കിത് ഇടുന്നതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇറങ്ങി പോകുന്നുണ്ട്. ഇസ്താൻബുളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഹഗിയ സോഫിയ ആണെങ്കിലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ബ്ലൂ മോസ്ക് അതിനേക്കാളൊക്കെ മേലെ എത്തണം എന്നുള്ള രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതായിരുന്നു. പക്ഷേ എന്നാലും ഏകദേശം അതിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ഈ ബ്ലൂ മോസ്കിന് സാധിച്ചിട്ടുണ്ട്. താജ്മഹലിനും ബ്ലൂ മോസ്കിനും തമ്മിൽ ആർക്കിടെക്ട്സിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ ഉള്ള ചർച്ചകൾ നമുക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും പല സമയങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആർക്കിടെക്ട്സ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് എംപററാണ്. ഒന്ന് ഒട്ടോമൻ എംപററും ഒന്ന് മുഗൾ എംപററും ആണ്. ഇവിടെയും പ്രെയർ ഏരിയാസ് ഒക്കെ മാർബിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോമൻ ആർക്കിടെക്ചർ ആദ്യമായിട്ട് കാണാൻ പോവാണ്. എല്ലാവരും തലയിൽ തട്ടിട്ടു, തട്ടമിട്ട കുട്ടികൾ തലയിൽ. ഇവിടെ നമ്മൾ സ്കാർഫ്, സുന്ദരിയാണ് തട്ടമിട്ട കുട്ടികൾ. എടി തലയിലിടറി എന്റേതോ. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇതിൻ്റെ സെൻട്രൽ ഡോം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡോംസ് ആണ്. ഈ ഒരു മോസ്കിൽ നമുക്ക് ഒരുപാട് ഓസ്ട്രിച്ച് എഗ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഒട്ടോമൻ എംപയറിൻ്റെ ഒരു ബിലീഫ് അനുസരിച്ച് ഈ ഒരു മോസ്കിലൊക്കെ പൊതുവെ ഓസ്ട്രിച്ച് എഗ്സ് അവർ ചെയ്യുന്നത് ഇവിൽ സ്പിരിറ്റ്സ് എന്നൊക്കെ പ്രൊട്ടക്ഷൻ, പിന്നെ ഗുഡ് ലക്ക് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ഓസ്ട്രിച്ച് എഗ്സ് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഒരു പ്രാക്ടിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ നെറ്റ്സിന് കാര്യങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ്. ഓസ്ട്രിച്ചില്ലേ, അതിന്റെ മുട്ടയാണ് ഇതോ കിടക്കുന്നത്. സ്പൈഡേഴ്സ് ഇല്ലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെലന്തി വല ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ അതിന് ഇഷ്ടംപോലെ ഓസ്ട്രിച്ചിന്റെ മുട്ട ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതാണ് മുട്ട. ഇതോ കണ്ടോ, ബ്ലൂ മോസ്കിന്റെ ബ്ലൂ ടൈല് കണ്ടോ? ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ മേടിച്ച ഫ്ലോറിലാണെന്ന്, പക്ഷെ അല്ല, ഇങ്ങനെയാണ് ബ്ലൂ ടൈൽ വന്നിരിക്കുന്നത് ഫുള്ളായിട്ട്. റംസാൻ മാസത്തിൽ ഇവിടെ ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ വാട്ടറിന് പകരം ഷർബത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. കുറേ ഓസ്ട്രിച്ചിന്റെ മുട്ടയുണ്ട്. Spiders are holy animals. According to one story, spiders saved Prophet Muhammad's life. That's why they never kills any spiders. ഓസ്ട്രിച്ചിന്റെ എഗ്സ് അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സൺലൈറ്റ് ക്ലോക്കാണ്. ഒരു നീഡിലുണ്ടോ, എനിക്കൊന്ന് സൺലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ നിഴല് വെച്ചിട്ട് സമയം അറിയുന്നതാണ് ക്ലോക്കാന്ന് തോന്നുന്നു. ഇത് ഈ ഒരു ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അങ്ങനെ നമ്മൾ ബ്ലൂ മോസ്ക് കണ്ടു. ബ്ലൂ മോസ്ക് ഇങ്ങനെ ബ്ലൂ
എന്ന് കേൾക്കുന്നതല്ലായിരുന്നു. എന്തായാലും അത് കാണാൻ പറ്റുമോ? ഇത് നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫ്രണ്ട്. ബ്ലൂ മോസ്കിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയായിരുന്നു ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ഇതിൽ കൂടെ നമുക്ക് ഹഗിയ സോഫിയ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഒരു നല്ല വ്യൂ ആയിരുന്നു അവിടെ എന്നിട്ട് കാണുമ്പോഴത്തേക്കും. ഈ ഒരു വീഡിയോയിൽ അത് ഇങ്ങനെ വരുമെന്ന് അറിയില്ല, പക്ഷേ ഇതിനേക്കാളും നല്ല ഒരു ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്നത് കാണുമ്പോഴത്തേക്കും. ഇനി നമ്മൾ ഹഗിയ സോഫിയയിലേക്കാണ് പോകുന്നത്. ഇത് ചെസ്നട്ടാണ്, ടർക്കിയിൽ വന്നിട്ടാണ് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ചുറ്റിട്ടുള്ള ചെസ്നട്ടാണിത്. തന്നെ ഇതിനൊപ്പം നമുക്ക് കോണും കാണാൻ പറ്റും. 200 ഗ്രാംസ് ചെസ്നട്ടിനൊക്കെ ഇവിടുത്തെ ഒരു 50 ടർക്കിഷ് ലിറയാണ് വരുന്നത്. ഏകദേശം 1 പൗണ്ട് അടുത്തേ വരുന്നുള്ളൂ. പക്ഷേ ടർക്കിഷ് ലിറ പൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് തോന്നുമെങ്കിലും ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അത്ര നമുക്ക് ചീപ്പായിട്ട് തോന്നിട്ടില്ല. ഇവിടെ നമുക്ക് ട്രാമുകളെ കാണാൻ പറ്റുന്നുണ്ട്. സ്കോട്ട്ലാൻഡിൽ പോയപ്പോഴായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം ട്രാം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെഡ് കളർ മാത്രം വരുന്ന ട്രാമുകളും കാണാൻ പറ്റും. ദെൻ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ നടന്നു പോകുമ്പോൾ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഇരുന്നിട്ട് നാൻ പോലെ ഒരു ഫുഡ് ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കി. അവിടുത്തെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആണിത്. വളരെ സമയമെടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആ ഒരു നാനിൻ്റെ ഇഫക്റ്റ് ആണെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഒരു പാൻ കേക്ക് ആണെന്നാണ്. പക്ഷേ ആ ഒരു നാനിനകത്ത് ഫില്ലിങ് ചെയ്ത പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചീസും മീറ്റും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം. ഇതിൻ്റെ മേക്കിംഗ് നമ്മൾ ടൂറിസ്റ്റിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ വളരെ സ്ലോ ആയിട്ടിരുന്നിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ടൈമാണ്. ഇവിടെ കുറച്ച് സ്പെഷ്യൽ ടീസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ലീവ്സ് എന്താണ്ടൊക്കെ ഉണ്ട്. ഒരു വിക്സിൻ്റെ മണമാണ്. ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഈ ഒരു മിൻറ്റ് ട്രീ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഇത് എനിക്ക് ട്രൈ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടായിരുന്നു. ബിക്കോസ് തൊണ്ടയ്ക്കും മൂക്കിനും ഒക്കെ ഭയങ്കരമായിട്ടൊരു ഇഫക്റ്റീവ് ആയിട്ടൊരു സാധനമായിരുന്നു. ടർക്കിഷ് യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പൂച്ചകൾക്കൊക്കെ ഇവിടെയൊക്കെ ഉള്ള ഒരു കംഫർട്ട് സോണിനെയൊക്കെ പറ്റി. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു അത്ഭുതം മനസ്സിലാവുന്നത്. ആ പൂച്ചകളത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് അവരവിടെ അങ്ങനെ കാമായിട്ടിരിക്കുന്നത്. ആരൊക്കെ വന്നാലും പോയാലും ഒന്നും അവരെ അത് ബാധിക്കുന്നില്ല. ബിക്കോസ് അവർക്കറിയാം അവരവിടെ ഭയങ്കര സേഫാണെന്ന്. അതെന്ത് നല്ലൊരു കാര്യമാണല്ലേ. എല്ലാവരും ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ ഡിസേർവ് ചെയ്യുന്നില്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചും പറഞ്ഞും ഞങ്ങൾ പാലസിൻ്റെ അവിടെ എത്തി. പാലസിൽ മ്യൂസിയം ഐറ്റംസ് പോലത്തെയൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. ഇന്നത്തത് മുഴുവനും നമ്മൾ മോസ്കിൻ്റെ ഏരിയാസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ മോസ്ക് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരുപോലെയൊക്കെ ഫീൽ ചെയ്യും. എല്ലാ സ്ട്രക്ചേഴ്സും സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ. UK തണുപ്പെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ആ ഒരു 4 ദിവസം നല്ല വെതറാണ്. സുഖം. Silver. Yeah, silver. Turkish silver. പഠിച്ചോ? വേണ്ട കേട്ടോ. ഓ അയ്യോ, സോ ക്യൂട്ട്. എനിക്ക് പൂച്ചേനെ സത്യത്തെ അങ്ങനെ എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. നോണോ മോനെ കടി മേടിക്കരുത് കേട്ടോ. പാത്രങ്ങൾ വെച്ചിട്ടാണ് തമിഴ്നാട്ടില് വാട്ടറിന്റെ പോലത്തെ ചെറിയ ബാഗുകൾ, പക്ഷെ അത് ഗ്ലാസ് പോലെ ഗ്ലാസ് പോലെ അല്ലേ, ഇത് വാട്ടർ പാക്കറ്റ്. അങ്ങനെ നടന്നും കണ്ടും നമ്മൾ ലഞ്ച് ടൈമായി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. നല്ല ഒരു ടർക്കിഷ് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ കെബാബും കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, ബാർലി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയ ഒരു സമയമാണ്. ഈ ഒരു ലഞ്ചും കൂടി കഴിഞ്ഞപ്പോൾ 2 ദിവസത്തെ ടർക്കിഷ് ഫുഡ് എക്സ്പ്ലോറിംഗ് നിന്ന് നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ ഫുഡിങ് രീതി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഹെൽത്തി ആണെന്ന് തോന്നി. ദെൻ കുറച്ച് നല്ല മീറ്റ് ആണെന്ന് തോന്നി. അധികം ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരു റോ ഫീലിംഗ് ടേസ്റ്റി നമുക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്നില്ല, പക്ഷേ പേഴ്സണലി എനിക്കിത് ഓക്കെ ആയിരുന്നു. ലഞ്ചിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഈജിപ്ഷ്യൻ സ്ട്രീറ്റിലേക്കാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടർക്കിയുടെ ഒരു മാർക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഇത്രയും തിരക്കും ദെൻ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭംഗിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. 1664 സ്ട്രീറ്റാണ്. കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നിറയെ സ്പൈസസിൻ്റെയും ദെൻ കുറച്ച് കരകൗശല വസ്തുക്കൾ, ദെൻ കുറേ ഏറെ ഈവിളൈസിൻ്റെ പ്രോഡക്ട്സ്, അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കിട്ടിയിരുന്നത്. അധികം എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്കധികം ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ
കണ്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ദെൻ കുറേ ടേസ്റ്റ് ചെയ്യാനൊക്കെ അവരിങ്ങനെ തരുന്നുണ്ട്, കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ. നമുക്കിങ്ങനെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയാണ് ഈജിപ്ഷ്യൻ ബസാറിലാണ് ഭയങ്കര തിരക്കാണ്. ഇവിടെ സത്യത്തില് അധികം ഒന്നും പർച്ചേസ് കാര്യങ്ങളില്ല, കാരണം ഇവിടെ മൊത്തം സ്പൈസസിന്റെ ഒക്കെ സ്ഥലമാണ്. അങ്ങനെ സ്പൈസസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക്. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടർക്കിഷ് സ്വീറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു ബക്ലാവ അതൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ നല്ല രീതിയിൽ വിലപേശി ഇതിൻ്റെ നന്നായി സംസാരിച്ച് അവരോട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ബിക്കോസ് അത്രയും കയറ്റി പറയുന്ന ഷോപ്പുകളുണ്ട്. തുടക്കത്തിലുള്ള ഷോപ്പിലൊക്കെ നമുക്ക് അങ്ങനെ തോന്നി, ഒട്ടും അവർ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗ്രാംസ് ഒക്കെ കുറവോ കൂടുതലൊക്കെ വന്നേക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു ബസാറിലൊക്കെ നല്ല ബാർഗനിങ് ഒക്കെ പറ്റുന്ന ഒരു ബസാറാണെന്നാണ് നമുക്ക് ഇങ്ങനെ യൂട്യൂബ്സിലൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു മനുഷ്യൻ്റെ പാക്കിങ് നല്ല രസമാണ് കണ്ടു നിൽക്കാനായിട്ട്. പുള്ളി അത് ശ്രദ്ധിക്കരുത്, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും. എനിവേസ് അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഇവിടെ ഡേറ്റ്സിനും കാഷ്യൂ നട്ട്സ് അതുപോലെ ആൽമണ്ട്സ് ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ദെൻ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ. എല്ലാം ഇഷ്ടം പോലെ ഷോപ്സാണ് സ്വീറ്റ്സിനുള്ളത്. നമ്മൾ അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. UK നമ്മൾ ടർക്കിഷ് ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മളിത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് അതിൻ്റെ അതൊരു ഒതൻറ്റിക് ആയിട്ട് കഴിക്കുന്നത് ഒരു നല്ലൊരു ഫീലിംഗ് ആയിട്ട് തോന്നി. കഴിഞ്ഞ ദിവസം നമ്മൾ കുനാഫ ട്രൈ ചെയ്ത് ഭയങ്കര ഫ്രഷ് ആയിട്ട് മേക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമായിരുന്നു, ഒരു ഹണിയിലിടാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു ബക്ലാവ കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ദെൻ അതിന് അടുത്തായിട്ടുള്ളൊരു മസ്ജിദാണിത്, മോസ്കാണ്. ഇതിൻ്റെ പേര് ന്യൂ മോസ്ക് എന്നാണ്. ഇത് ഇവിടുത്തെ ആ ഒരു വിമൻ പവർ, പണ്ടുണ്ടായിരുന്ന ആ ഒരു വിമൻ പവറിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു മോസ്ക്, ഒരു ബിൽഡിംഗ് ആണിത്. ദെൻ നല്ല റഷാണ് ഇവിടുത്തെ റോഡുകളൊക്കെ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇനി ഗലാറ്റ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടുത്തെ റോഡിൻ്റെ ആ ഒരു തിരക്കുണ്ടില്ലേ, ജനത്തിരക്ക് ഭയങ്കരമാണ്. ആ ഒരു സിറ്റിയുടെ നിറയെ ആളുകൾക്ക് ഈ ഒരു ലോയും റോഡിൻ്റെ ലോയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ആ ഒരു അത്രയും ജനത്തിരക്കാണ് ആ ഒരു സിറ്റിയിലുണ്ടായിരുന്നത്. വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മളുടെ ഈ ഒരു ഗൈഡിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കൊടിയുടെ ഇമ്പോർട്ടൻറ്റ്, ആ ഒരു ഫ്ലാഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ. ഇത്രയും ജനത്തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ പുള്ളി അത് ജസ്റ്റ് കൈ പൊക്കിയിട്ടൊന്നും കാണിച്ചാലൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മളെല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ ഇത്രയും വലിയൊരു ഫ്ലാഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ആളോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോ സ്ട്രേഞ്ചർ സ്റ്റെപ്പിനും നമ്മൾ ഓരോ പുതിയ ആൾക്കാരെയാണ് കാണുന്നത്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം കുറച്ചൊക്കെ മിങ്കിളായിട്ടുണ്ട്. ഒരു 70% ആളുകളൊക്കെ ആയിട്ട് മിങ്കിളായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. Nice to meet you too. അങ്ങനെ നമ്മൾ ബോസ്ഫറസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ നേരെ പോകുന്നത് നമ്മളുടെ ഹോട്ടലിലേക്കാണ്. ഈവനിങ്ങിൽ നമുക്കൊരു ബോസ്ഫറസ് ക്രൂസ് ഉണ്ട്. അപ്പോൾ ഫുഡിങ്ങും കാര്യങ്ങളും ബെല്ലി ഡാൻസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഈവനിങ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്യണം. ദെൻ ഈ ഒരു ട്രാഫിക് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഫൈനലി നമ്മൾ ആ ഒരു ഈവനിങ് ബോസ്ഫറസ് ക്രൂയിസിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു ക്രൂയിസ് പോകാനായിട്ട്. ഹെവി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഞങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഏഷ്യയും യൂറോപ്പും തമ്മിൽ ആ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ബോസ്ഫറസ് സീ കൂടെ ഉള്ളൊരു ക്രൂയിസ്. ഇത് ശരിക്കും ലോകത്തിൽ വേറെ എവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇസ്താൻബുളിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ബോസ്ഫറസ് ക്രൂയിസിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.